അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫിലോസഫിയാണ്. അപ്പോൾ മക്കളെ, നമ്മളൊക്കെ തിരികെ വിളിച്ചാലും നമുക്ക് കയറി ചെല്ലാൻ തോന്നാത്ത ചില ഒരു ഇടങ്ങളൊക്കെ ഉണ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വിഷയങ്ങളൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവില്ലേ, നമുക്ക് ക്ഷണിക്കാത്തോടത്തേക്ക് വലിഞ്ഞ് കയറി ചെല്ലരുത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ തലയായാലും വേറെ എന്ത് മരത്തിൻ്റെ തലയായാലും അതിൻ്റെ തലഭാഗം പോകുന്നത് എങ്ങോട്ടാണ്? സൂര്യപ്രകാശം കിട്ടുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേ മരങ്ങളുണ്ടാവും. അപ്പോൾ ആ മരങ്ങളുടെ ഇടയിൽ നിന്ന് വളഞ്ഞ് പൊളിഞ്ഞ് ചില മരങ്ങളൊക്കെ പോകുന്നത് കാണാം. അതെന്താണെന്നറിയോ? ഇത്തിരി സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെയാണ് മക്കളെ എൻ്റെയും അവസ്ഥ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ മലപ്പുറത്തേക്ക് വന്നത് അതിനാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് നാടില്ലേ, കൂടില്ലേ, വീടില്ലേ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ മരിച്ചപ്പോൾ കഴിഞ്ഞു മക്കളെ. എൻ്റെ ഉപ്പ മരിച്ച് വീടിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ എല്ലാ സമാധാനവും പോയി, തിരിച്ചറിവായി. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഉമ്മ പെൻഷൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഉമ്മയുടെ സഹോദരനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഞാൻ പിന്നെ ഉമ്മാക്ക് സഹോദരന്മാരുണ്ടല്ലോ, എനിക്കല്ലേ സഹോദരനും വാപ്പയും ആരും ഇല്ലാത്ത, പിന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു ഉമ്മേനെ. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കരുത്, എൻ്റെ മോൾ അങ്ങോട്ട് കയറിപ്പോയിട്ടോ. അപ്പോൾ ആരെങ്കിലും ഉമ്മറത്തോട്ട് വന്ന് നമ്മളടുത്ത് മിണ്ടിയാൽ സംസാരിച്ചാൽ ഒക്കെ ഞാനും സംസാരിക്കും. പിന്നെ അവരെ സമ്പത്ത് മുതലും കാണാനും ഒരാർഭാടം കാണാനും നമ്മളെന്തിനാണ് പോകുന്നത്? അവർക്കത് ഇഷ്ടമുണ്ടാവില്ല. അത് നല്ലൊരു അടിപൊളി വീടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയും വലിയ റൂമും വീടൊക്കെ ഉണ്ടാവില്ല. സമ്പന്നത തന്നെയാണ്. ആ സമ്പന്നത എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ, ഈ ഒരു സഹോദരൻ പുറത്തുനിന്നൊരു തുണ്ട് ഭൂമി വാങ്ങിയിട്ടില്ല മക്കളെ. ഒക്കെ തറവാട്ട് മുതലാണ്, ഒക്കെ നക്കാപ്പിച്ചക്ക് വേങ്ങി ഉണ്ടാക്കിയിട്ട മുതലാണ് സഹോദരിമാരും മുതലൊക്കെ. ഇപ്പോൾ പുറത്തോട്ട് പോകരുത്, അവർ ഉപയോഗിക്കും ചെയ്ത് കൈവശം വെച്ച് ഉപയോഗിക്കും ചെയ്ത് ഒക്കെ. പിന്നെ ഇവരെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെയുള്ള കിടപ്പുള്ളത്. അപ്പോൾ മക്കളെ, ഞാൻ വണ്ടിയിലിരുന്നു. എൻ്റെ മോള് പിന്നെ പറഞ്ഞേക്കാം, അതങ്ങൾ കുട്ടിയല്ലേ, ഒക്കെ അറിയില്ലല്ലോ, കയറിപ്പോയി. ഇമ്മയും കയറിപ്പോയിട്ട് അപ്പം ആദ്യം കയറിപ്പോയി. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കണത് അവർ കണ്ടിട്ട് പിന്നെ അവിടെ സംസാരം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. മക്കളെ, ഞാൻ വണ്ടിയിലിരിക്കുകയാണ് ഇപ്പോൾ. ഞാനാണ് വീഡിയോ എടുക്കുന്ന ആൾ, വണ്ടിയിലാണ്, വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു ദിവസം, അതായത് വർഷങ്ങൾക്ക് മുന്നേ 2003 ജനുവരിയിലായിരുന്നു എൻ്റെ വിവാഹം. എനിക്ക് ഡ്രസ്സ് എടുത്ത് തരണം, സ്വത്തൊക്കെ അമ്മാൻ്റെ കൈവശത്തിലുള്ളത്. അപ്പം ഞങ്ങളേതായിട്ട് സമ്പാദ്യമൊന്നുമില്ല. എൻ്റെ വാപ്പയും പോയി. സാരി വേണം, ശരിക്കും കല്യാണത്തിന് അമ്മാവനാണ് സാരി എടുത്ത് തരുന്നത്. പക്ഷെ എനിക്ക് എടുത്ത് തന്നില്ല മക്കളെ, ഒരു സാരി എടുത്ത് തന്നില്ല, മുല്ലപ്പൂവില്ല, ഫോട്ടോ എടുപ്പില്ല, ഒന്നുമില്ല. എന്നിട്ട് എന്നെ പുറത്തേക്ക് ഇറക്കി വാതിലടച്ചു. അതിന് ശേഷം ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ല, ഞാൻ പോകാറില്ല. എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ തന്നെ പുറത്ത് നിൽക്കുള്ളൂ. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കയ്പായ അനുഭവം അതും കൂടിയാണ്. എന്താണ് ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്? അപ്പോൾ മക്കളെ, ചിലർക്ക് വീഡിയോ ബോറായി തോന്നും, ചിലർ കുറ്റപ്പെടുത്തും, നീ എന്താ അങ്ങനത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ജീവിത അനുഭവങ്ങളാണ്, അവളെ അനുഭവിച്ച കഷ്ടപ്പാടും യാതനകളും, സ്വന്തം ബന്ധുവായ അമ്മാവനിൽ നിന്നുള്ള ആട്ടും തുപ്പും പരിഹാസവും. എന്നിട്ട് മക്കളെ നമ്മളെ പരിഹസിക്കുക. എൻ്റെ ജീവിതം രണ്ടാക്കി.
അപ്പോൾ ഇത്രയും സ്വത്തുക്കൾ എടുത്തിട്ട് അമ്മാവൻ സ്വർണം തന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും പ്രശ്നങ്ങളുണ്ടാക്കി, ചോദിക്കലും പറച്ചിലും ഒക്കെ ഉണ്ടായി. അവർക്ക് സ്വർണം കിട്ടണം, ഇത്രയും മുതലെടുത്തിട്ട് പിന്നെ മേടിച്ചൂടെ, അങ്ങനെ കുറേ പ്രശ്നങ്ങളും മധ്യസ്ഥക്ക് പോക്കും പറച്ചിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പോവുകയാണെങ്കിലും ഞാൻ വണ്ടിയിലേക്കുള്ളൂ, ഞാൻ കയറില്ല. അമ്മ പോവാറൊന്നുമില്ല. അപ്പോൾ അമ്മാൻ്റെ മോനിക്ക് ക്യാൻസർ ആയതുകൊണ്ട് അത് നിങ്ങളൊരു വീഡിയോയിൽ കണ്ടാവും. ഞാൻ അങ്ങോട്ട് കിടക്കലില്ല, ഒന്നുമില്ല എന്നുള്ളൊരു വീഡിയോ ഒരു 18-ാം തീയതി ഇട്ട വീഡിയോയിൽ എൻ്റെ അമ്മ പറയണേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ അങ്ങനെ ഇവിടെ ദൂരെ നിൽക്കല്ലേ, ആരുണ്ടാവുക പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മുസ്ലിമായി ജനിച്ചതല്ലേ, അപ്പോൾ അങ്ങനെ കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ പോയി നോക്കി, ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒന്ന് കയറി നോക്കി. നമ്മളൊരു റമദാൻ മാസമൊക്കെ അല്ലേ, റമദാൻ മാസമൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു മാസമല്ലേ, ഈ മാസത്തിലല്ലേ നമ്മളെല്ലാവരും കാണും സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇനി അടുത്ത പെരുന്നാൾ നോമ്പൊക്കെ വരുമ്പോൾ ആരുണ്ടാവുക നമുക്ക് പറയാൻ വയ്യല്ലോ. അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ അങ്ങനെ പോയി. പക്ഷെ ആരും ഞാനവിടെ ഉണ്ട് അറിയാം, എൻ്റെ കുട്ടികൾ, എൻ്റെ മോളാണ് ചെന്നതല്ലേ. അപ്പം ഞാൻ പുറത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഒരാളും പുറത്തേക്ക് വന്നില്ല കേട്ടോ. അപ്പം അതാണ് സ്നേഹം എന്ന് പറയണത്. മനുഷ്യന്മാരല്ലേ, അതിൻ്റെ തെറ്റ് അവർക്ക് തന്നെയാണ്. നമ്മളെ മനസ്സിലുണ്ട്, നമ്മൾ സംസാരിക്കണം, സലാം പറയാനും ഒക്കെ ശ്രമിച്ചതാണ്. അപ്പോൾ ഇതാണ് രക്തബന്ധവും സമ്പത്തുകൊണ്ടുള്ള ബന്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് സമ്പത്താണ് വേണ്ടത്, അപ്പോൾ അത് അവരുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മളാവശ്യമില്ല. അപ്പം എൻ്റെ അമ്മ ഒരു ഭ്രാന്തിയാണ്, സുഖമില്ലാത്താണ്, പണമില്ല, അതിൽ ഒക്കെ കയ്യിലായി, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ സ്വത്തും കൂടി കൈവശപ്പെടുത്താനുള്ളൂ. അപ്പോൾ അതിൻ്റെ ശ്രമങ്ങളാണ് ഞാൻ കാണിച്ചത് മക്കൾ, നിങ്ങൾക്ക് വീഡിയോയിലിട്ടത്. അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ ഇടുന്നത് അവർ പറയുന്ന കള്ളങ്ങൾ മാത്രം ചില ആളുകൾ വിശ്വസിച്ചിരിക്കുന്നുണ്ട്, നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ പറഞ്ഞു നടക്കണം എന്താ, ഞാനും ഉമ്മയും കൂടിയിട്ട് സ്വത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഞാനും ഉമ്മയൊക്കെ ഒരുമിച്ച്, ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. എന്നിട്ട് ഉമ്മ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ജ്യേഷ്ഠത്തിയും കൂടി ചേർന്നിട്ട്, ഉമ്മയുടെ ആദ്യം കല്യാണം കഴിച്ച എല്ലാം മോള് കൂടി ചേർന്നിട്ടാണ് ഈ എഴുതിക്കുന്നത്. ആൾ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭീഷണിപ്പെടുത്തിക്കണം, കോടതി കയറ്റും, ജയിലിലാക്കും, എനിക്ക് തരാനുള്ള സ്വത്ത് തന്നിട്ടില്ലെങ്കിൽ. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ സ്വത്തിൽ നിന്ന് എന്ത് എൻ്റെ ഉപ്പാൻ്റെ സ്വത്തുക്കുള്ള അവളെപ്പാട് സ്വത്ത് അവൾക്കുള്ളതല്ലേ. പക്ഷെ അതല്ല, ഇത് ഇമ്മാടെ മുതൽ വിറ്റിട്ട് മേടിച്ച മുതലാണെന്നൊക്കെ അവൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അവൾക്ക് ഈ അമ്മമാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചൂടെ? എന്നേറ്റ് വഴക്കുണ്ടാക്കാൻ വേണ്ടി വരുന്നതാ. ഞാനൊരു പെൺകുട്ടിയാണ്, അവൾ ഹജ്ജിന് വരെ പോയി വന്ന് മകളെ കെട്ടിച്ച്, അല്ല ആൺകുട്ടിയാണ്, മോന് ഗൾഫിൽ ഒക്കെയാണ്. ഞാൻ ഈ ഒന്നുമില്ലാത്ത തരത്തിൽ നിൽക്കുന്ന ഒരു അനിയത്തിയാണ്. ശരിക്കും എന്നെ സഹായിക്കേണ്ടതാണ് അവൾ. എന്നിട്ട് അവളെന്താ ചെയ്ത്, ദ്രോഹിക്കുക ചെയ്ത്. എനിക്കത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം വാങ്ങി എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും ജീവിക്കാമായിരുന്നു, മനസ്സമാധാനം കിട്ടുന്നിടത്ത്. പക്ഷെ അവളും കൂടി ചെയ്തത് എന്താ, ഞാനിങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ എവിടെ നിന്ന് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ 2-6 മാസത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവിടെ പറമ്പിൽ ഓരോന്ന് ചെയ്യിക്കലും തേങ്ങടിക്കലും അതിൻ്റെ നികുതി ചീട്ട് ആവശ്യപ്പെടലും, അത് നമുക്ക് വിൽക്കുക, ഞങ്ങൾ അങ്ങോട്ട് പോരുന്നു. എവിടെ വിറ്റിട്ട് പിന്നെ ഉമ്മാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടും. ഉമ്മാനെ ഒരു പ്രാവശ്യം മോളത്ത് നിൽക്കണം, എൻ്റെ മോളിനെ നോക്കും എന്നൊക്കെ സുഖമില്ലാണ്ടായ മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പറച്ചിലാണ്. അങ്ങനെ കൊണ്ടുപോയി പോയതാണ്, എന്നെ അവിടെ ആക്കിയിട്ട് 3-ാം ദിവസം 3-ാമത്തെ അമ്മാൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ട ആളാണ്. നാണക്കേട് മോശമാണ് എന്നും പറഞ്ഞിട്ട്, ഉമ്മ കാട്ടണമെന്നും പറയണതൊക്കെ അവൾക്ക് മോശമാണ്, ഇങ്ങനെ ഒരു അസുഖം കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട്. അതാണ്. എന്നിട്ടാണ് ഞാനിങ്ങോട്ട് പോന്നപ്പോൾ അവിടെ കുറേ അളക്കലും പിടിക്കലും നികുതി അടക്കാൻ നോക്കലും വീട് വെക്കാൻ നോക്കലും എന്തൊക്കെ ഒന്ന് നടത്തിയേ, വില്ലേജിൽ പോക്കും. എന്നിട്ട് ഞാൻ വില്ലേജിൽ നികുതി അടക്കാൻ വന്നപ്പോൾ ജ്യേഷ്ഠത്തിനോട് ചോദിക്കണം പോലും. എന്നിട്ട് ഫോൺ ചെയ്ത് ചോദിച്ച് വില്ലേജ് ഓഫീസർ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഉപ്പാൻ്റെ സ്വത്താണ്, അവളിപ്പോൾ കിടക്കണത് അവിടെയാണ്.
അപ്പോൾ അവൾ അവകാശപ്പെടുന്ന എന്താ, ഇമ്മാൻ്റെ സ്വത്ത് വിറ്റിട്ട് മേടിച്ചാണ്. ഇമ്മാൻ്റെ സ്വത്ത് ഞങ്ങൾ വിറ്റിട്ടില്ല, അമ്മാവൻ കൈവശപ്പെടുത്തിയതാണ്. അത് മറ്റുള്ള സഹോദരിമാരൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അവർക്ക് എന്തൊക്കെയോ പൈസ കൊടുത്തിട്ടുണ്ട്, നക്കാപ്പിച്ച കൊടുത്തിട്ടുണ്ട്. മറ്റ് 3 സഹോദരിമാരുടെ, ആ 3 സഹോദരിമാരും ഈയുടെ സ്വത്തുക്കളും അവകാശ സ്വത്തുക്കളും ഈ അമ്മാവൻ്റെ കയ്യിൽ തന്നെ ഉള്ളത്. ചെറിയ സഹോദരിയുടെ സ്വത്ത് 2ാമത്തെ ആങ്ങളെ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് തന്നെ പണി. ഇനിയിപ്പോൾ അതൊക്കെ തിന്നതും പോരാഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഗൾഫിലെ മരുഭൂമി കടന്നിട്ട് മേടിച്ച ഒരു ചെറിയ വീടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എനിക്കതിൽ നിൽക്കാനെങ്കിലും ഒരു പ്രാവശ്യം വന്ന് പ്രശ്നം ഉണ്ടാക്കി, നിനക്ക് അവകാശമില്ല അറിഞ്ഞ് എന്നെ വലിച്ച് പുറത്തിടാൻ നോക്കി, ഞാൻ പോലീസുകാർ വന്നാലേ വീട്ടിന് പുറത്തിറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാറന്മാർ വന്നതിൻ്റെ ശേഷം എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാം. 2ാമത്തെ അമ്മാവനും മകനും കൂടെ വന്നിട്ട് എൻ്റെ ഭർത്താവിനെ ഇതിൽ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയും ഓരോന്ന് പറഞ്ഞു ഓടിക്കുക. ആദ്യത്തേനോ ഓടിച്ച് വഴക്കുണ്ടാക്കി നാണം കെടുത്തി പറഞ്ഞിട്ട് അത് അങ്ങനെ പോയി. നാണക്കടാണ്, അവർ മുതലെടുക്കാൻ നോക്കി പറഞ്ഞിട്ട്. മുതലെടുത്തതിന് ആരാ? ഈ ആങ്ങളാർ. അപ്പോൾ മക്കളെ, ഞാൻ വീഡിയോയിൽ പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാവരും എല്ലാ ജനങ്ങളും വീഡിയോസ് കാണുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഞാനിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് വീടില്ല, കൂടില്ല, ഒന്നുമില്ല, സ്വത്തുമില്ല. ഞാനൊരു അനാഥ പോലെയാണ്, കഷ്ടപ്പെടുകയാണ്. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമില്ല. ആക്സിഡൻ്റായി, കാല് വയ്യാത്താണ്. അപ്പോൾ ഈ വയ്യാത്ത ഉമ്മാനും കുട്ടികളും ഇട്ടിട്ട് ദൂരെങ്ങും ഇവരെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ എനിക്ക് ആരോഗ്യസ്ഥിതിയിലല്ല, കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് വീഡിയോയിൽ വന്നിട്ട്. ഇവരൊക്കെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും.